നമസ്കാരം. രാമനും രാമക്ഷേത്രവുമൊക്കെ അന്യമാകുന്നത് എപ്പോഴാണ്? രാമനെ കുറിച്ച് പറഞ്ഞാൽ അന്യനാകുന്നത് എപ്പോഴാണ്? രാമനാമം ജപിക്കണമെന്ന് പറഞ്ഞാൽ സൈബർ കമ്പികൾക്ക് കുരുപൊട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ അനന്തപുരി ഹിന്ദു കൺവെൻഷനിൽ ഒരു വിശ്വാസി പങ്കെടുത്തു പോയാൽ അവനെ നമ്മൾ സംഘികം വർഗീയവാദി എന്ന് വിളിക്കും. അനന്തപുരി കൺവെൻഷനിൽ ഒരു രാഷ്ട്രീയ നേതാവ് പങ്കെടുത്താൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്താൽ, ഒന്നുകിൽ അയാൾ സംഘി അല്ലെങ്കിൽ ക്രിസംഘി. അയോധ്യയിൽ നിന്നുള്ള അക്ഷരം സ്വീകരിച്ച ഏവരും, അത് സിനിമാ താരങ്ങളാവട്ടെ അവരുൾപ്പെടെ, മുന്തിയ തരം സംഖ്യകളാണ്. രാമനാമം പാടി വിളക്ക് കൊളുത്തണേ എന്ന് പറഞ്ഞവർ, ആ പറഞ്ഞവരെല്ലാവരും വർഗീയ വൈറസുകളായി മാറി. പക്ഷേ ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയുടെ ശതാബ്ദിക്ക് കൂട്ടത്തോടെ ഇടവന്മാർ സംബന്ധിക്കുമ്പോൾ അത് മഹത്തരമായ മതേതരമാകുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മളെങ്ങനെ വിശ്വസിക്കും? എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടത്തോടെ പെന്തക്കോസ്ത് മഹാസഭയുടെ സമ്മേളനത്തിൽ മാത്രം ഇടവന്മാരുടെ തലകൾ പതിച്ച പോസ്റ്ററുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്? രാമനാമം ജപിക്കാൻ പറഞ്ഞാൽ അവനെ സൈബർ കമ്പികൾ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹിന്ദു മഹാസഭയുടെ ഒരു യോഗം നടക്കുമ്പോൾ അതിനകത്തേക്ക് പങ്കെടുക്കപ്പെടുന്നവൻ ആരോ ആകട്ടെ, രാഷ്ട്രീയ പാർട്ടിക്കാരനോ സാധാരണ ജനമോ ഒരു പാട്ടുകാരനോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനോ ആരുമായിക്കൊള്ളട്ടെ, അവൻ നാളെ സംഘി. ഒരു രാഷ്ട്രീയ നേതാവോ പല രാഷ്ട്രീയ നേതാക്കളോ വന്നാൽ അവൻ സംഘി അല്ലെങ്കിൽ ക്രിസംഘി. ഇങ്ങനെ ചാപ്പ കുത്തുകയാണ്. അത്തരത്തിൽ ചാപ്പ കുത്തേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് ഇവിടുത്തെ ഇടത് കമ്മി സഖാക്കൾ എത്തുന്നു എന്നുള്ളത് സഹതാപം ഉണ്ടാക്കുന്നതാണ്. പരിതാപകരമാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് കൂടി പറയട്ടെ. നിങ്ങൾ ആരെ പ്രേരിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്? പെന്തക്കോസ്ത് സഭയിൽ ചെന്ന് നിങ്ങളുടെ ആളും ആരവും ഉണ്ട് എന്ന് പറയുന്ന തരത്തിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു വലിയ ശീലമുണ്ടല്ലോ, വലിയ ആവേശമുണ്ടല്ലോ. ആ ആവേശം എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട് എന്ന് മറക്കരുത്. 1989 മുതൽ ഇങ്ങോട്ട് ഹിന്ദു സനാതന ധർമ്മങ്ങളെ അടക്കം കാട്ടിൽ വലിച്ചെറിയാൻ ഉപദേശിക്കുന്ന തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ നായകന്മാരും സാമൂഹ്യ പ്രവർത്തകരും ഒട്ടനവധിയുള്ള ഈ കേരളത്തിൽ, പക്ഷേ ഹിന്ദു മഹാസനാതന ധർമ്മങ്ങളെ ഒരിക്കലും കൈവിട്ട് കളയാത്ത വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന് ഇന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു മഹാ സംവിധാനങ്ങളിൽ സനാതന ധർമ്മം പുലരുന്നത് എവിടെയാണോ അവിടെയെല്ലാം ഈ ഹിന്ദുക്കളുടെ ഒരു വലിയ മുന്നേറ്റം നടക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. എല്ലാവരെയും ഒന്നുപോലെ കാണാൻ പഠിപ്പിക്കുന്ന വലിയ സംസ്കാരത്തിന്റെ ഭാഗമായ ഭാരതീയ സംസ്കൃതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? കേരളം എന്ന് പറയപ്പെടുന്നത്, ഈ ഭാരതം എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, ഒരു സംസ്ഥാനം മാത്രമാണ് എന്ന് മറന്നു പോകരുത്. കേരളം ഒരു രാജ്യമായി പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ലല്ലോ പിണറായി രാജാവായി ഭരിക്കുവാൻ. എന്തായാലും ഇടവന്മാർക്ക് കൂട്ടുനിൽക്കുന്നവർ ആരാണോ അവർ ഒന്ന് മനസ്സിലാക്കുക. അന്തംഗമ്മികളായ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധി ഭ്രമം സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ ക്ഷയിച്ചു പോയിരിക്കാം ബുദ്ധി എന്ന് കൂടി പറയട്ടെ. അതുകൊണ്ടായിരിക്കാം മതേതരത്വം വാഴേണ്ട മണ്ണിൽ മതങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രീണിപ്പിക്കുവാൻ നടത്തുന്ന ഈ കുൽസിത ശ്രമമുണ്ടല്ലോ, ആ ശ്രമം ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുകയാണ് എന്ന് മറന്നു പോകരുത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ അടക്കം പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്കാക്കി മാറ്റുവാനുള്ള ഒരു തന്ത്രം ഇടതുമുന്നണി മെനയുന്നുണ്ട്, അത്തരത്തിൽ നെയ്തു കൂട്ടുന്നുണ്ട് എന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഹിന്ദു മഹാസഭയിൽ വന്ന് പ്രവർത്തിക്കുവാൻ, പ്രസംഗിക്കുവാൻ, പങ്കെടുക്കാൻ വരുന്ന ഒരു സാധാരണക്കാരനും രാഷ്ട്രീയക്കാരനും സിനിമാ താരവും അടക്കം വലിയ മുന്തിയ സംഖ്യകളായും ക്രിസംഖ്യകളായും മാറുന്നത് എന്ന് പറയേണ്ടി വരുന്നു. കാരണം അവരെ സംഖ്യകളാക്കുന്നത്, അവരെ ക്രിസംഖ്യകളാക്കുന്നത് ഈ അന്തംഗമ്മികളാണ്. സൈബർ ലോകത്ത് കുത്തിയിരുന്ന് നട്ടലില്ലാത്തവന്മാർ, നാണക്കേട് സമൂഹത്തിൽ ഉണ്ടാക്കുന്നവർ, ഇവർക്ക് ഗതികെട്ട് വോട്ട് ചെയ്യേണ്ടി വരുന്നവരാണ് ഇവിടുത്തെ ജനങ്ങളെന്ന് പറയേണ്ടി വരും. ഒന്നാം പിണറായി സർക്കാരും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരും അഴിമതിയുടെ കൂത്തരങ്ങായി കേരളത്തിനെ മാറ്റിയപ്പോഴും ജനങ്ങൾ കണ്ണുമടച്ച് കാത്തിരിക്കുകയാണ് ഇവരുടെ ഈ ഭരണം ഒന്ന് അവസാനിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക,
ഇവിടുത്തെ ഒരു വലിയ ഭൂരിപക്ഷം സമൂഹം അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ഇങ്ങനെ മതേതരത്വം കാണാതെ മതത്തെ, ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുവാൻ നടക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വലിയ തട്ടുകേടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വരും ദിനങ്ങൾ നിങ്ങളുടെ തന്നെ കുഴി തോണ്ടുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടക്കുമെന്നുള്ള കാര്യത്തിലും സംശയം ഉണ്ടാകില്ല. ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനം പാടെ തകർന്ന് തരിപ്പണമാകുന്ന ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരുന്നു. രാമനെ പൂജിക്കുവാനും രാമനെ സ്തുതിക്കുവാനും പറഞ്ഞാൽ അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന അന്തംഗമ്മികളുടെ നാട്ടിൽ ജീവിക്കുവാൻ, അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുവാൻ കെൽപ്പുള്ള തരത്തിലേക്ക് ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. തിരിച്ചടികൾ നിങ്ങൾ മറന്നു കാണില്ല എന്ന് കൂടി പറയട്ടെ. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് കാസർഗോഡ് മുതൽ ഇന്ന് തിരുവനന്തപുരം വരെ നിങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും യൂത്തന്മാരെയും KSU വിദ്യാർത്ഥികളെയും തല്ലിച്ചതച്ച നിങ്ങളുടെ SFI, DYFI ഗുണ്ടകളുണ്ടല്ലോ, അവർ അനുഭവിച്ചിട്ടുണ്ട് യുവമോർച്ചയോട് എതിർത്തതിന്റെ ഫലം. അതങ്ങ് കൊല്ലം മുതൽ ഇനി തിരുവനന്തപുരം വരെ കണക്കിന് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പഠിക്കേണ്ടതാണ് നിങ്ങൾ. ഇവിടെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറയപ്പെടുന്ന ഒരു സമൂഹമുണ്ട് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ആരെയും ഇങ്ങനെ കുത്തി നോവിക്കാമെന്നും ആരെയും ഇങ്ങനെ ഏതു തരത്തിലും എവിടെയും താഴ്ത്തിക്കെട്ടാമെന്നുമുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും, പ്രതിഷേധിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് കൂടി പറയട്ടെ.